ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പുതിയ പാഠപുസ്തകമാണ്. അതിലെ ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. യൂണിറ്റ് 1 ആണ്, ചാപ്റ്റർ 3 ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. അതിലെ പാർട്ട് 2 ക്ലാസ് ആണ് നമ്മുടെ ഇത്. പാർട്ട് 1 ക്ലാസ്സിലാണ് നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, അതിൻ്റെ റീഡിംഗ്, അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത്രയും പാർട്ട് 1 ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മൾ ആക്ടിവിറ്റീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റീസിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ് ആക്ടിവിറ്റീസ്. Pick out the sentences related to the following pictures from the passage and write them in the space provided. തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കാം. I was able to view the imposing Burj Khalifa, the tallest building in the world. Climbing it all the way up would take you to the top of the world. അതായത് ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിപ്പോൾ ബുർജ് ഖലീഫയാണ് ആദ്യത്തെ ചിത്രം, അതിനെക്കുറിച്ച് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എഴുതി. അടുത്തത് വരുന്നത് എ ബോട്ട് റൈഡ് അറ്റ് ബുർജ് ദുബായ് late in the evening was a fascinating experience. The dazzling light and the reflections on the creek give you a feeling of being out of the world. അടുത്തത് സോളാറിൻ്റെ ആണല്ലേ. ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദ നൂർ അബു ദാബി സോളാർ പവർ പ്ലാന്റ്. ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, പ്രൊഡ്യൂസിങ് എ സ്റ്റുപ്പൻഡസ് 1.2 gigawatt ഓഫ് പവർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി, അതിൻ്റെ ഉത്തരങ്ങൾ. ഇനി നെക്സ്റ്റ്, Sarah is guiding her friend Miri, who is not familiar with the locality, on how to reach her school. Miri എന്ത് ചെയ്യുകയാണ്? സെറ എന്ത് ചെയ്യാണ്? മിഴീനെ ഗൈഡ് ചെയ്യാണ്. മിഴിക്ക് അറിയില്ല, ഫെമിലിയർ അല്ല, എങ്ങനെയാണ് സ്കൂളിലേക്ക് എത്താന്നുള്ളത് ഗൈഡ് ചെയ്യാണ്. ആ ലൊക്കാലിറ്റി പരിചിതമല്ലാത്തത് കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മിഴി, ഹേ സെറ, ഡു യു നോ ഹൗ ടു ഗെറ്റ് ടു മൈ സ്കൂൾ, ടൗൺ മോഡൽ സ്കൂൾ? നിനക്ക് അറിയാമോ എങ്ങനെയാണ് ടൗൺ മോഡൽ സ്കൂളിലേക്ക് എത്തുക? സെറ, യു ആർ നെവർ ഗോൺ ടു ദ സ്കൂൾ ഫ്രം ഹിയർ, ഹാവ് യു? നീ ഇതുവരെ പോയിട്ടില്ലല്ലോ, അറിയാമോ? മിഴി, നെവർ. ഹൗ ഷുഡ് ഐ ഗെറ്റ് ദർ, ഓൺ ഫുട്ട് ഓർ ടേക്കിംഗ് എ ബസ്? ഞാൻ എങ്ങനെ അവിടെ എത്തും? സെറയാണ് ഗൈഡ് ചെയ്യുന്നത്. ബസ് അതോ നടന്നു പോകാൻ പറ്റുമോ? അപ്പോൾ സെറ, വൈ ഡോണ്ട് യു വാക്ക്, ഇറ്റ്സ് ഫൺ. വൈ ഡോണ്ട് യു വാക്ക്, എന്തുകൊണ്ട് നടന്നുകൂടാ? ഇറ്റ്സ് ഫൺ. മിഴി, കൂൾ. സോ ഹൗ ഡു വി ഗെറ്റ് ദർ? സോ അപ്പോൾ അവിടെ എങ്ങനെ എത്തും? സെറ, ഓൾ റൈറ്റ്, ലിസൺ, ദിസ് ലെയിൻ ജോയിൻസ് ബീച്ച് റോഡ്. ഈ വരി ബീച്ച് റോഡിൽ പോയി കണക്റ്റ് ആവും. വാക്ക് അലോങ് ബീച്ച് റോഡ് ടിൽ യു കം ടു ദ ബിഗ് ഗ്രീൻ സൈൻ ഫോർ തൂവൽ തീരം റോഡ്. അപ്പോൾ അതിലെ നടക്കുക, തൂവൽ തീരം റോഡ് എത്തുന്നവരെ. എവറിത്തിങ് ക്ലിയർ സോ ഫാർ? ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായോ? അപ്പോൾ മിഴി, ഗോട്ട് ഇറ്റ്, ബീച്ച് റോഡ്, ഗ്രീൻ സൈൻ, തൂവൽ തീരം റോഡ്. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് പറയും. അപ്പോൾ സെറ, എക്സാക്ട്ലി, ടേൺ ലെഫ്റ്റ് ആൻഡ് കീപ് ഗോയിങ് ഫോർ അബൌട്ട് 200 meters. അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ ചെയ്യുക, 200 meter നടക്കുക. ദെൻ ടേൺ ലെഫ്റ്റ് എഗൈൻ ഓൺ ടു അംഗൻവാടി റോഡ്. എഗൈൻ ലെഫ്റ്റ് ടേൺ ചെയ്ത് അംഗൻവാടി റോഡിലൂടെ നടക്കുക. മിഴി, റൈറ്റ്, വാട്ട്സ് നെക്സ്റ്റ്? ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് ചോദിക്കുകയാണ്. സെറ, വാക്ക് പാസ്റ്റ് ദി പോസ്റ്റ് ഓഫീസ് and the park. It's nice stroll. That is wonderful. What comes after that? അപ്പോൾ പോസ്റ്റ് ഓഫീസും പാർക്കും കാണിച്ചു, അവിടെ വരെ എത്തും. ഇനി എന്താ ചോദിക്കും മിഴി? ഇപ്പോൾ സെറ പറയും, ടേൺ ലെഫ്റ്റ് ഓൺ ടു റെയിൽവേ സ്റ്റേഷൻ റോഡ്. അവിടെ നിന്ന് ലെഫ്റ്റ് റെയിൽവേ സ്റ്റേഷൻ റോഡാണ്. കീപ് ഗോയിങ് സ്ട്രൈറ്റ്, അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയി നടക്കുക. ആഫ്റ്റർ അബൌട്ട് 150 meters യു വിൽ സീ യുവർ സ്കൂൾ ഓൺ ദ ലെഫ്റ്റ്. അവിടെ നിന്ന് ഒരു 150 meterൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കൂൾ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡ്. യു വോണ്ട് മിസ് ഇറ്റ്. ദർ ഇസ് എൻ ഐസ്ക്രീം ഷോപ്പ് അക്രോസ് ദ റോഡ്. അതിൻ്റെ അക്രോസ് ദ റോഡ് ഒരു ഐസ്ക്രീം ഷോപ്പും ഉണ്ട്, മിസ് ചെയ്യരുതെന്ന് പറയും. മിഴി, താങ്ക്സ് ഓഫുള്ളി, ഐ വിൽ ഹാവ് ടു ഗോ, ബൈ. ശരി, ഞാൻ പോട്ടെ, ബൈ പറയും. വേ ടു മൈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാമാണ് ആ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ലെറ്റ്സ് റീഡ് ദ ഫോളോവിങ് ഇൻസ്ട്രക്ഷൻ. ഇനി നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വായിക്കുക. ടു റീച്ച് ടൗൺ മോഡൽ സ്കൂൾ, ഗോ സ്ട്രേറ്റ് അലോങ് ബീച്ച് റോഡ് ഫോർ 50 meters. You can spot a big green signboard indicating Tuval Thiram Road. Go 200 meters along Tuval Thiram Road and take a left turn to Anganwadi Road. Continue walking past the post office and the park. Take the first left turn onto railway station road. Walk straight ahead for 150 meters. You will find the school on your left. You won't miss it if you notice the ice cream shop across the road.
Take your pencil, crayons and paper. Let's draw a map connecting your home to your school. Show landmarks on the way like a park, a market, a bank, an Akshaya Kendra and a post office. Let us name the roads too. Use all the bright crayons you have to make the map colorful. അപ്പോൾ അത് വരയ്ക്കാനാണ് അത് നിങ്ങൾ ചെയ്യുക. ബി റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്കൂളിലേക്ക് പോണ വഴി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. യു മൈ കൺസിഡർ സം ഓഫ് ദീസ് ഡയറക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഡയറക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം, എന്നിട്ട് തയ്യാറാക്കുക. മൂന്നാമത്തെ, യുവർ ഫ്രണ്ട് നെഷ്വ മറിയം ഫ്രം UAE ഡിസൈഡഡ് ടു വിസിറ്റ് യുവർ ഹോം ഇൻ കേരള. നിങ്ങളുടെ ഫ്രണ്ട് നെഷ്വ മറിയം, UAEയിലുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ വീട്, കേരളത്തിലുള്ള വീട് വിസിറ്റ് ചെയ്യാണ്. ഹിയർ ഈസ് ദ ബോർഡിംഗ് പാസ് ഓഫ് നെഷ്വ മറിയം ഹു അറൈവ്ഡ് അറ്റ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഫ്രം ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ദുബായ് എയർപോർട്ടിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയ ആ ഒരു ഫ്രണ്ടിൻ്റെ ബോർഡിംഗ് പാസ് ആണ് തന്നിരിക്കുന്നത്. യു ക്യാൻ സീ പാസഞ്ചേഴ്സ് നെയിം, ബോർഡിംഗ് എയർപോർട്ട് ഡെസ്റ്റിനേഷൻ, ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ ആൻഡ് ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ. എ പാസഞ്ചർ cannot enter a flight without the boarding pass. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് കാണാമല്ലേ. ആഫ്റ്റർ ലാൻഡിങ് നെഷ്വ മറിയം വാസ് ഗിവൺ എ ഫോം ടു ബി ഫിൽഡ് അപ്പ്. ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ അവർ ലാൻഡ് ചെയ്തതിന് ശേഷം ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യണം. യു ക്യാൻ യൂസ് ദ ബോർഡിംഗ് പാസ് ടു ഫിൽ ഇൻ സം ഓഫ് ദ എൻട്രീസ്. ഈ ബോർഡിംഗ് പാസ്സിൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടത്. ഇതാണ് ആ ഒരു സംഭവം ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നെയിം ഓഫ് ദ പാസഞ്ചർ കൊടുക്കുക, നെഷ്വ മറിയം, ഫ്ലൈറ്റ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് അറൈവൽ, പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി കൊടുത്തിട്ടുണ്ട്, ഫൈനൽ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്, എവിടെ നിന്ന് കയറുന്നു എവിടെ ഇറങ്ങുന്നു എന്നുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ട്രാവലേഴ്സിൻ്റെ കോൺടാക്ട് അഡ്രസ്സാണ്. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി, അതിലുണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് അത് നോക്കി ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ കൊടുക്കാത്തത്. ഇനി നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റഡ് യൂസിങ് സം ഓഫ് ദീസ് വേർഡ്സ്. ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത് ഒരു സ്ഥലത്തിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് മൂന്നാർ, എ ഹിൽ സ്റ്റേഷൻ ഇൻ കേരള. കേരളത്തിലെ മൂന്നാർ വിസിറ്റ് ചെയ്തതാണ് പറയുന്നത്. ദ ഗ്രീൻ എക്സ്പാൻസ് ഓഫ് ടീ plantation stretching as far as the eye could see was both breathtaking and vibrant. The scene was incredibly pretty and colorful. Despite being a popular tourist destination, Munnar has managed to retain its peaceful charm. Iravikulam National Park was quiet and it offered a peaceful retreat from the busier and crowded parts of town. The town center was lively and bustling, especially around the market areas. Munnar felt quite safe to explore. The people were friendly and welcoming. Munnar has its potentially dangerous spots, particularly the steep and narrow roads which require careful navigation. These sites offer us a perfect escape from our busy and noisy life. It was a truly unforgettable destination. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നമ്മളിതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫോം ഫില്ല് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, നമ്മളത് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.